പ്ലോട്ട് ഉണ്ട്? നമുക്ക് രണ്ട് പ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് പുലിവണ്ടി, ഒരു പ്ലോട്ട്. തവണ കഴിഞ്ഞ തവണത്തെ ഒന്ന് കുറച്ചുമില്ല, ഒന്ന് പറഞ്ഞു. അതായത് സമകാലിക വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ഒരു പ്ലോട്ട് ഉണ്ടായിരുന്നു, അതാണ് നമ്മൾ ഇപ്രാവശ്യം ഒഴിവാക്കിയത്. സാമ്പത്തിക പ്രതിസന്ധി വല്ലാതെ നമ്മൾ ബാധിച്ചു. പൊതുവെ ഉണ്ടല്ലോ, കാരണം അത് എല്ലാവരും ബാധിച്ചിട്ടുണ്ട്. ഒരു ദേശത്തിന് എത്ര ചെലവ്, എത്ര ലക്ഷം വരും? ഏകദേശം നമുക്കൊരു 15 ലക്ഷം വരുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് വന്നതാണ് എക്സ്പെൻസ്. അപ്പോൾ എല്ലാവരുടെയും കൂടി ഒരു സഹകരണത്തോടെ അല്ലേ? തീർച്ചയായിട്ടും. അതായത് ഇപ്പോൾ കോർപ്പറേഷൻ്റെ സാമ്പത്തിക സഹായമുണ്ട്, അതുകൂടാതെ നമ്മളെ സംബന്ധിച്ച് മറ്റ് സഹായങ്ങളും കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ സീതാറാം ദേശത്തെ ആ പുലികളിയുടെ ഒരുക്കങ്ങളുടെ വിശേഷങ്ങൾ. എന്താണെങ്കിലും പുലികളൊക്കെ മെയ്യെഴുത്ത് തുടങ്ങി. ഇനി ഇപ്പോൾ ഈ കാണുന്ന ആളുകളൊക്കെ ഇനി അടുത്ത കുറച്ച് മണിക്കൂറുകളിൽ കരിമ്പുലിയായിട്ടും ചെമ്പുലിയായിട്ടും പുള്ളിപ്പുലിയായിട്ടും വരയമ്പുലിയായിട്ടൊക്കെ മാറുകയാണ്. അപ്പം അതിൻ്റെ ഒരു കഥയും അതിൻ്റെ ഒരു ചരിത്രമൊക്കെയാണ് നമ്മളെ ഇവിടെയുള്ളവരൊക്കെ പങ്കുവച്ചത്. എന്നാണെങ്കിലും ഏറ്റവും മനോഹരമായ പുലികൾ തങ്ങളുടെ ദേശത്താവണമെന്ന് ഓരോ പുലികളി സംഘവും ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിനുള്ള മുന്നൊരുക്കങ്ങൾ ആണ് ഇപ്പോൾ ഇവിടെ പുരോഗമിക്കുന്നത്. എന്നാണെങ്കിലും മണിക്കൂറുകളെടുക്കുന്ന ഈ ഒരു മെയ്യെഴുത്ത് എന്ന് പറയുമ്പോൾ അതൊരു മനോഹരമായൊരു കല കൂടിയാണ്. നമ്മൾ സാധാരണ ഇതൊക്കെ വളരെ എളുപ്പമാണെന്ന് കരുതുന്നവർക്ക് അങ്ങനെയല്ല. ഇത് ഒരു കലയാണ്, മണിക്കൂറുകളെടുക്കുന്ന ഒരു നടപടിയാണ്. അതുമാത്രമല്ല ഇതിന് ചില ശൈലികളുണ്ട്, ചിട്ടകളുണ്ട്. അതൊക്കെ പാലിച്ചുകൊണ്ട് വേണം ഇതിലേക്ക് ഇറങ്ങുവാൻ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ മെയ്യെഴുത്തിൻ്റെ വിശേഷങ്ങൾ പുരോഗമിക്കുന്നത്. അശ്വതി. ശരി അനുമോദ, എന്തായാലും മെയ്യെഴുത്ത് പൂർത്തിയാകുമ്പോൾ ആ പുലികളുടെ ചന്തം കാണാൻ തന്നെയാണ് നമ്മളും കാത്തിരിക്കുന്നത്. അത് പ്രേക്ഷകരിലേക്ക് തത്സമയം എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെയും ലക്ഷ്യം. അപ്പൊ ഞാനും ഷംന ഇങ്ങനെ ഒരു മനോഹരമായ ക്ഷേത്രത്തിലേക്ക് വന്നു. വേറൊന്നുമല്ല, അശ്വതി, എങ്ങനെയാണ് ഇവിടെ മണലാർക്കാവ് പേര് വന്നതെന്ന് അറിയോ? ഇല്ല, അറിയില്ല. ഈ മണലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മണ്ണ് ആ സാധനമല്ല. പണ്ട് വസൂരി രോഗം വന്ന സമയത്ത് അത് മാറണമെങ്കിൽ ഇവിടെ വന്നാൽ മതി. അതാണ് അസുഖം മാറണമെങ്കിൽ ഇവിടേക്ക് വരണം. മനോഹരമായ ക്ഷേത്രമാണ്, ക്ഷേത്രക്കുളമുണ്ട്. ഈ ക്ഷേത്രവും പുലിക്കളിയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് പുലിക്കളിക്കുള്ള സാധനങ്ങളെല്ലാം ഇവിടെ പ്രദർശനത്തിനുണ്ട്. അല്പസമയത്തിനകം ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. അതിന്